ഒരു നാട്ടിൽ ഒളിഞ്ഞു നോട്ട ശല്യമാണ്. അയാലും മമ്മു വെസ്റ്റ്. നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ സൈനബ ആദ്യം മുഹമ്മദ് നബിയുടെ അടിമ വിവാഹം ചെയ്തു. വിവാഹം ചെയ്തതിനു ശേഷം കിടപ്പറയിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലുകയും വിവസ്ത്രമായ രീതിയിൽ സൈനബയെയും അടിമയും കാണുകയും അതിനുശേഷം എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ, എനിക്ക് കെട്ടാൻ മുട്ടിയിരിക്കാണ്, എന്നെ തടയരുത്. അതിനുശേഷം സൈനബയുടെ വിവാഹ ബന്ധം അടിമയെ കൊണ്ട് വേർപെടുത്തുകയും നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ ആ വിവാഹമോചനം ചെയ്തതിനു ശേഷം മുഹമ്മദ് നബി സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ആരോപണം. അക്ബർ സാഹിബ് ഇതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം തരണമെന്ന് അപേക്ഷിച്ചു. അക്ബർ സാഹിബ് ഇതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം തരണമെന്ന് അപേക്ഷിച്ചു. അണ്ണന്റെ സ്വന്തം മകളും ഭർത്താവും അല്ലേ ഈ മുറിക്കൽ തുറങ്ങുന്നത്? താൻ കാര്യത്തിൽ ഇടപെടണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായി അറിയപ്പെട്ടിരുന്ന പ്രവാചകന്റെ ഭൃത്യനാണ് സയ്യിദ് ഇബ്നു ഹാരിസ്. കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോ അവരുടെ തുണി പൊങ്ങിയത് കാണുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദിനോട് വിവാഹമോചനം ചെയ്യാൻ പറയുകയും മുതലെടുക്കണേണ സജി കൊതിയുണ്ടാടാ. അവർ വിവാഹമോചനം ചെയ്ത സ്ത്രീയെ കാട്ടാപ്പിള്ളി കെട്ടുവോ അവ മല്ലയ്യ കെട്ടുവോന്നാ പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ വിവാഹം ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. എന്ത് എങ്ങനെ? പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ വിവാഹം ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായി. ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം. ഖുർആൻ വെപ്പാട്ടികളെ സ്വീകരിക്കാനും അതേപോലെ തന്നെ ഇഷ്ടം പോലെ ഭാര്യമാരെ വെക്കാനും കൊള്ള ചെയ്യാനും എല്ലാം ഒരു ദൈവം ഇങ്ങനെ കൽപ്പിക്കുകയോ എന്നാണ് ചോദ്യം. എന്തേ ദൈവത്തിന് കൽപ്പിച്ചാൽ പറ്റൂലേ? നോട്ട് ദാറ്റ് പോയിന്റ്. ഇഷ്ടം പോലെ ഭാര്യമാരെ വെക്കാനും എന്തേ ദൈവത്തിന് കൽപ്പിച്ചാൽ പറ്റൂലേ? കല്യാണം കഴിക്കണേ. ഇന്ത്യ എന്തിനാ വീണ്ടും വീണ്ടും ഉപഗ്രഹങ്ങൾ വിടുന്നത്? ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി. ഇന്ത്യക്ക് മാത്രം മതി വികസനം, അണ്ണനും വേണ്ട വികസനം. കരയാതെ അണ്ണനൊന്ന് വികസിച്ചോട്ടടി. അപ്പൊ ഓക്കെ. ആ വെളിപാടുകൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വെളിപാടുണ്ട്. സെയ്ദ് വിവാഹമോചനം ചെയ്ത സൈനബിനെ വിവാഹം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പടച്ച തമ്പുരാന്റെ വെളിപാടുണ്ടായിട്ടുണ്ട്. ഞാൻ നിന്നെ കെട്ടാൻ തീരുമാനിച്ചു. എനിക്കിഷ്ടം കണ്ണേട്ടനെയാണ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഹബീബായ തങ്ങളോടൊരു പെണ്ണ് വന്നിട്ട് പറയാണ്, നബിയേ, ഞാൻ എന്റെ ശരീരത്തെ അങ്ങേക്ക് തരികയാണ്. ഈ വാർദ്ധക്യത്തിലും ഇത്രയും യൗവനം കാത്തു സൂക്ഷിക്കുന്നു കാണുമ്പോ ജൂഹി ചൗളയാണ്. ഞാൻ എന്റെ ശരീരത്തെ അങ്ങേക്ക് തരികയാണ്. ഇങ്ങനൊരു പെണ്ണ് പറഞ്ഞാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവളെ സ്വീകരിക്കാം. അതിന് മഹർ കൊടുക്കേണ്ടതില്ല. മഹറില്ലാതെ തന്നെ പെണ്ണിനെ സ്വീകരിക്കാം. മഹർ എന്ന് പറയുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലൈംഗികമായ ബന്ധത്തിന് ഏർപ്പെടുന്ന കൂലി എന്നാണ് പറയുന്നത്. എന്റെ കൂലി തന്നിട്ട് സാറന്മാര് ടാക്സിൽ കയറി പോയാട്ടെ. അതിന് മഹർ കൊടുക്കേണ്ടതില്ല. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് തന്നെ അവരുടെ സ്വകാര്യത ഉപയോഗിച്ചതിന്റെ കൂലിയായി നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു ഹദീസ് അവർ കോട്ട് ചെയ്യുന്നുണ്ട്. ഇത് വ്യഭിചാരത്തിന് മുമ്പ് വ്യഭിചാരത്തിന് ആളുകളെ കൂലിയായിട്ട് കൊടുത്തിരുന്നു. പിന്നീട് പ്രവാചകൻ ആ വിഷയത്തെ ഒരു മതത്തിന്റെ ലേബലിൽ ഒരു പുണ്യവൽക്കരിച്ച് കൊണ്ടുവന്ന ഒരു വിഷയമാണെന്ന് കൂടി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഒരു തമാശയല്ലേ സാർ? ഹബീബായ തങ്ങൾ ഒരു പെണ്ണിനെ കെട്ടണം എന്ന് ആഗ്രഹിച്ചാൽ ആ പെണ്ണിന് അതിന് ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. ഇത് മുഹമ്മദുർ റസൂലുള്ളാഹി മഹാന്മാരെഴുതുകയാണ്. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. ഇതൊന്നും ഞാൻ എഴുതുന്നതല്ല, എന്നെ കൊണ്ട് എഴുതിപ്പിക്കുന്നതാ. അപ്പൊ ഒരു പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പള്ളം വെറുതെ വിടരുത് കേട്ടോ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടില് പിന്നല്ലേ മാത്രല്ല കേട്ടോ. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാടന്നോട്ടെ. എന്തിന്? ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്.
തോലാക്കപ്പ ചൊല്ലിക്കൊള്ളും. ഇനി കേട്ടോളൂ അടുത്ത വാദം. ഹബീബായ തങ്ങൾക്കുള്ള നിയമം തന്നെയാണ്, ഒക്കെ ഒരു നിയമമാണ്, 4-ലേറെ ഭാര്യമാരെ സ്വീകരിക്കാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു രണ്ടാമത് വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ അടുക്കിലേക്ക് ഈ വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് പ്രവാചകൻ നിരുത്സാഹപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ഇസ്ലാമിക നിയമപ്രകാരം 4 പേരെ വിവാഹം കഴിക്കാം, പക്ഷേ പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹു നിരുത്സാഹപ്പെടുത്തുന്നു. അതെവിടുത്തെ ന്യായം? അതിവിടുത്തെ ന്യായം. ഇപ്പൊ പ്രവാചകൻ എന്താണ്? പ്രവാചകൻ ഒരുപാട് പെണ്ണെട്ടാം. റസൂലുള്ളാഹിന്റെ മരുവൻ പെണ്ണെട്ടാൻ നിന്നപ്പോ അദ്ദേഹത്തിന് സ്വാർത്ഥത. അള്ളാഹുവിന്റെ ശത്രുവിന്റെ മകളും ഒരേ വിരിപ്പിൽ ഒരുമിക്കാൻ പറ്റില്ല എന്നാണ്. കല്യാണം ആലോചിച്ചത് അബൂജഹലിന്റെ മകളുമായിട്ടാണ്. ആശാനെ ദോശ തന്നില്ലെങ്കിലും ആശാൻ അത് മാത്രം പറയരുത്. എന്താ കാര്യം? പ്രവാചകന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ തന്നെ പ്രവാചകന്റെ ശത്രുക്കളുടെ ഒരു പ്രവാചകൻ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതേപോലെ തന്നെ അവിടെയും ബാധകമല്ലേ? ശത്രുവിന്റെ മകളും പ്രവാചകന്റെ മറ്റ് ഭാര്യമാരും ഒരു ഇങ്ങനെ പ്രവാചകന്റെ ശത്രുവിന്റെ ഏത് പറയാം? സുഫിയാനുമായി ബന്ധപ്പെട്ടാരോ? അത് ശരിയാണ്, അത് കുഴപ്പമില്ലല്ലോ. എങ്ങനെ ഇരിക്കണം? അത് കുഴപ്പമില്ലല്ലോ. എന്താ കാര്യം? പ്രവാചകൻ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ആയത്തുകൾ അവതരിപ്പിക്കുന്നു അല്ലെ? എന്നിട്ട് ഖുർആനിൽ അവതരിപ്പിക്കപ്പെടുന്നത് അത് അവസാന നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും കൃത്യമായ മാർഗനിർദ്ദേശമായി തീരുന്നതിനാണ്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സത്യം പറഞ്ഞ ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകൻ ആയത്ത് ഇറങ്ങേണ്ട ആവശ്യമില്ല. അല്ലാതെ പറഞ്ഞാൽ തന്നെ അനുസരിക്കാൻ 100% സന്നദ്ധമായി നിന്നിരുന്ന ഒരു സഹാബി സമൂഹം ഉണ്ട് അവിടെ. എന്നിട്ടുണ്ടല്ലോ ആ സഹാബി സമൂഹം നിലനിൽക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ആയത്തുകളായി വരുന്നത്. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ പ്രവാചകൻ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്, പ്രവാചകന്റെ ഇണകൾ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എക്കാലഘട്ടത്തിലുമുള്ള ആളുകൾക്ക്, മുസ്ലിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത വിധം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ഖുർആനിൽ. ഈ തലയുടെ ഫാൻസാ ഞങ്ങള്. ആശാന്റെ ഗുസ്തി കണ്ട് കണ്ട് ആദ്യം ആശാനോടായിരുന്നു ആരാധന. ആശാന്റെ മോനായതുകൊണ്ട് അല്പം ആരാധന തലയിലോട്ടും പോയി. ഖുർആൻ തന്നെ വളരെ കൃത്യമായി അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല എന്ന് നിരവധി തവണ പറയുന്നു. അള്ളാഹുവിനെ അനുസരിക്കുക, അതേപോലെ തന്നെ റസൂലുള്ളാഹിനെ അനുസരിക്കാൻ. നീ ഒന്നും പണയണ്ട. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം.